നമസ്തേ. മഹാമയൂരി ഓൺലൈൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഞാൻ വാവശാന്തി. ഞാനിത് പറയാൻ പോകുന്നത് എന്താണ് ജ്യോതിശാസ്ത്രം എന്നുള്ളതാണ്. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നിവിടുന്ന് വീഡിയോ ലഭിക്കാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്താണ് ജ്യോതിഷം എന്നുള്ളതാണ്. ജ്യോതിഷം എന്നാൽ വേദാംഗം എന്നാണ് പറയുന്നത്. വേദത്തിൻ്റെ അംഗം. വേദത്തിന് 6 അംഗങ്ങളാണ് ഉള്ളത്. അവ ശിക്ഷ, കൽപ്പം, നിരുക്തം, ഛന്ദസ്, വ്യാകരണം, ജ്യോതിഷം. ഇതിൽ 6ാമത്തെ അംഗമാണ് ജ്യോതിഷം. വേദത്തിൻ്റെ ചക്ഷസ് അല്ലെങ്കിൽ വേദത്തിൻ്റെ കണ്ണാണ് ജ്യോതിഷം എന്നാണ്. സർവേന്ദ്രിയാണാം നയനം പ്രധാനം. സർവ ഇന്ദ്രിയങ്ങളിൽ നിന്നും നേത്രത്തിന് പ്രാധാന്യത്തെ കൽപ്പിക്കപ്പെടുന്നു. കാരണം കാഴ്ചയുണ്ടെങ്കിലേ നമ്മുടെ പ്രവർത്തികളെ വളരെ വേഗം ചെയ്തു തീർക്കാനാവും. കൂടാതെ ഏതിൻ്റെയും യാഥാർത്ഥ്യമായ ഭംഗിയെ, നേരായ വഴിയെ മനസ്സിലാക്കുവാനും അതിലൂടെ മുന്നേറുവാനും സാധിക്കുകയുള്ളൂ. എല്ലാ അംഗങ്ങളും പ്രധാനമാണെങ്കിലും കണ്ണിന് അല്പം കൂടി പ്രാധാന്യത്തെ ഋഷീശ്വരന്മാർ കൽപ്പിക്കാൻ കാരണം മനുഷ്യ ജീവിതത്തിൻ്റെ സന്തുലിതാവസ്ഥയെ നിലനിർത്തിക്കൊണ്ട് പോകുവാൻ വളരെയധികം സഹായകരമായ ശാസ്ത്രശാഖയാണ്. ഗണിതയുക്തിയിൽ തന്നെ ഇത് ശാസ്ത്രീയമാണ്. നമ്മൾ വളരെയധികം ആലോചിച്ചും ശ്രദ്ധിച്ചും സൂക്ഷ്മതയോടും കൂടി ആത്മവിശ്വാസത്തോടും കൂടി ചെയ്തിട്ടും അതിൽ പരാജയമുണ്ടായാൽ, വിജയപ്രദമായില്ല എങ്കിൽ അവിടെ എന്തുകൊണ്ട് എന്നൊരു ചോദ്യം ഉണ്ടാകും. അതിനുള്ള ഉത്തരം ജ്യോതിഷത്തിനെ നൽകാൻ സാധിക്കുകയുള്ളൂ. കാലങ്ങളെ ഗണിക്കുന്നതിനുള്ള ഏറ്റവും മികച്ച ശാസ്ത്രശാഖയാണ് ഇത്. ഈ രീതിയിലുള്ള ഒരുപാട് ഗ്രന്ഥങ്ങൾ ഉണ്ട്. വരാഹമിഹിര, പരാശരമിഹിര, മറ്റനേകം ഹോരകളുണ്ട്. ആര്യഭട്ടൻ, ഭാസ്കരൻ, ബ്രഹ്മഗുപ്തൻ ഇവരൊക്കെ എക്കാലത്തെയും മികച്ച ആചാര്യന്മാരാണ്. ലോക നന്മയ്ക്കും ലോക കല്യാണത്തിനും വേണ്ടി ഋഷിപ്രോക്തമായ ഇതിനെ മനസ്സിലാക്കുവാനും പഠിക്കാനും സാധിച്ചാൽ ജീവിതത്തെ ശാന്തസുന്ദരമായി മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കുമെന്നും ജ്യോതിശാസ്ത്രം വേദത്തിൻ്റെ നേത്രമാണെന്നുമുള്ള ഓർമ്മപ്പെടുത്തലോടുകൂടി നിർത്തുന്നു.